ഉമ്മ ഞാൻ പോവണ്ട. അമ്മ ചായ എടുത്ത വെച്ചാൽ കുടിച്ചോണ്ട് പോയിക്കോ. നിങ്ങളെ ചായ ഒന്നും വേണ്ട. ഇപ്പൊ ഉണ്ടാവും റൂമിൽ. ഇപ്പൊ അങ്ങനെ കൊണ്ടുകൊടുത്താളേ. ഇതെല്ലാരും കൂടി എന്റെ വീട്ടിൽ കൊണ്ട് ചാടി കളിച്ചത് നീ മനസ്സിലാണെങ്കിൽ നീച്ചിട്ടുമില്ല. എങ്ങ നീച്ച നേരെ പറയാടി. എന്താ അറിയില്ല, തലവേദനയുണ്ട്, പഞ്ചുള്ളുണ്ടോ, തൊണ്ടക്കൊക്കെ വേദന. കുഞ്ഞിപ്പോ പോയോ? കുഞ്ഞിപ്പൊക്കെ പോയി. ഒരു സാധനം തിന്നിട്ടും കുടിച്ചിട്ടില്ല ചെക്കന്. 2-3 ദിവസം തിന്നും കുടിച്ചിട്ടു. അതെന്തിനാ നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങൾ ലോൺ എടുക്കാൻ എന്തെങ്കിലും സമ്മതിക്കേ അത് തീർച്ചെടുത്തപ്പോ അതിനിപ്പോ തിന്നാലും കുറിച്ചാലൊക്കെ നടന്നിട്ട് വലിയ കാര്യമുണ്ടോ? പറഞ്ഞു കൊടുക്കേണ്ട എന്തിനാന്ന് മനസ്സിലാക്കണ്ടേ? എന്താ പോനൊക്കെ പറയുന്നു കുട്ടികളോരോ കാര്യങ്ങൾ. ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടാണ് ഇപ്പോ. കുഞ്ഞിപ്പാക്ക് പോകാൻ പറഞ്ഞ പൈസ ഇട്ട് കൊടുക്കണം. ഇനിയിപ്പൊ നിങ്ങളെ കാത്തിനൊന്നും കാര്യമില്ല. ഭാവിപ്പം വരുന്നുണ്ട്, ബാങ്കൊക്കെ ഒന്ന് പോണം. ഞാൻ നിങ്ങളോട് പറയാനൊക്കെ പറഞ്ഞോളൂ. നിങ്ങൾ ഇഷ്ടം പോലെ ഞാൻ ചെയ്തോളി. എല്ലാപ്പം എന്ത് ചെയ്യും? ഇമ്മ അവനും കുഴച്ചതും ചായ കൊടുത്താണി വായിച്ചെടുക്കാൻ വെച്ച. ചായ കിട്ടുമ്മ അവന് കഴിച്ചത് എവിടെ ആവൂലേ? ഇന്നലെ അരക്കിലം കൊണ്ടുവന്ന് നമുക്ക് ഞാൻ അപ്പൊ തന്നെ കുഴച്ചു തന്നില്ലേ? ഞങ്ങൾക്ക് വേണമെങ്കിൽ ജീവാൻ കൊണ്ടുവരേ, അപ്പൊ ഞാൻ കുഴച്ചു തരാം. അംസപ്പ കുരിപ്പ് അവിടെ ഉണ്ടാവോ? അഭിനാറിപ്പ തരാറ് വിളിച്ചല്ലോ. അംസപ്പ ബാവാക്ക കേറി ഇരിക്കേ. ബാവാക്ക നോക്കണോ? ആരത് ബാവേ? അംസപ്പ അന്റെ പേപ്പർ നാളെ അടിച്ചു കിട്ടും, മനസ്സിലായ? പിന്നെ ഒരാഴ്ച കൊണ്ട് പോകാനുള്ള മനസ്സിലാണ്. നിങ്ങളെ കുടുംബശ്രീന്ന് 10-50 ഉറുപ്പ്യ പറഞ്ഞില്ലേ, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലേ? അതൊന്ന് പൈസ കിട്ടണം. ഓൻ വരാൻ പറയുന്നു, അതിനാ ഞാൻ പറഞ്ഞത്. പേപ്പർ അടിച്ചോളി, നാളെ കിട്ടും. ഞാൻ അതൊന്നും അറിഞ്ഞിട്ടില്ല ബാവേ. ഓൻ 1.5 ലക്ഷം തന്നെന്നും പറഞ്ഞു, 50,000 ഇനി കൊടുക്കാണ്ടെന്നും പറഞ്ഞു. എന്ത് വിസേജ് ഓന് കൊണ്ടുവന്നത്? ഓൻ പറഞ്ഞു റബ്ബർ വെട്ടാനാണെന്ന്. അതൊക്കെ അവിടെ ഉണ്ടോ? ഉണ്ടോന്നോ? സൗദി അറേബ്യയിലെ പ്രധാന വരുമാനം എന്താണ്? റബ്ബർ വെട്ടല്ലേ, എന്നിട്ടല്ലേ പെട്രോളു. നമ്മളിവിടെ എന്ത് റബ്ബറിന് വില പറയാൻ കാരണം? അവിടുത്തെ റബ്ബർ ഇവിടെ ഇറക്കുമതി ചെയ്യുന്നോണ്ടല്ലേ. പേപ്പർ വായിച്ചില്ല അംസപ്പാജി, എന്താണ്? ഇതൊന്നും അറിയില്ലേന്ന് ബാവേ, അവിടെ റബ്ബർ വെട്ടുള്ളതൊന്നും. ഇപ്പൊ ഈ വിസ ആര് കൊണ്ടുവന്നതാണ് അവേ? അതെന്താ അല്ലേ സലാമ് കൊടുന്നതേ. എന്താണ് സലാമിന് ആ പൈസ മുഴുവൻ ഞാൻ ഏൽപ്പിച്ചൊന്നും പറഞ്ഞിട്ടില്ലേ? നീ ബാക്കി 50,000 കൂടി ഇന്നോട് കൊണ്ടെല്ലാം പറഞ്ഞാണ്. സലാമ് കൊണ്ടുവന്ന വിസയാണിതില്ലേ? എന്തായാലും ഇപ്പൊ ഇവിടെ പൈസ ഇല്ല. നാളെ ഞാനേ ബാങ്കിൽ പോയി പൈസ എടുത്തിട്ട് അത് കൊണ്ടുവരാം. അതൊന്നും വേണ്ട. ആളിനവിടെ സുഖമില്ലാതെ നടക്കണ അറിയില്ലേ? ഞാൻ വരും ഒരു 10-10 ആകുമ്പോ ഇന്റെ കയ്യിൽ തന്നാ മതി കേട്ടോ. ഞാൻ പോവാണ്. സാധനം കെട്ടിക്കാണാൻ സാധനങ്ങളൊക്കെ കെട്ടിച്ചോണ്ടി പോകാൻ ഒരുങ്ങി ഇന്നോണ്ടി. ഞാൻ പോയില്ല. അംസപ്പാ, സലാമ് കൊണ്ടുവന്ന വിസല്ലത് അമ്മക്ക് സലാമിന്റെ അടുത്തിട്ടൊന്ന് പോയി നോക്കുക. ഉമ്മ ഒന്ന് മാറ്റട്ടെ കേട്ടോ, എന്നിട്ട് ഇപ്പൊ വരാം. സെലീന, സെലീന ഒരു മാറ്റിട്ടുണ്ടാവില്ല പപ്പ. എന്റെ കഴിഞ്ഞിട്ടാ സലാമ് അതിന് പഞ്ചറ ആസ്വദിക്കാൻ നിൽക്കുക. ആകെ ഫോൺ കൊടുക്കുന്നു. അപ്പൊ അതിനൊന്നും നേരമില്ല. ഇത് വേറെ പോണ ആ മാനേജർ അവിടെ കാത്തിക്കാൻ നമുക്ക് വേണ്ടിട്ട് ആള് മീറ്റിംഗ് വെക്കാതാണല്ലോ. അയാൾ വെക്കാൻ പോയാലേ സംഗതി ആകെ തുമ്പിലേതാവും. അവിടെ വേറെ പോരത് നോക്കി ഞങ്ങൾ പോവാട്ടാ. നിങ്ങൾ എങ്ങനെയും പോണെങ്കിൽ വാതിലും ചാരിക്കൊണ്ട് പോകാജ്. അല്ല അംസപ്പാ, എന്ത് കണ്ടിട്ടാ ജി പൈസ കൊടുത്തു പറഞ്ഞത്? ഈ സലാമാക്കാനോട് പറഞ്ഞിട്ടൊക്കെ കൊടുത്തത്?
നിങ്ങൾക്കൊക്കെ എന്നാണ് അന്തം വെക്കുക അതൊന്ന് പറഞ്ഞാ ചെന്ന്. ആ കൊഴപ്പില്ലാന്ന് ഇത് കുഴപ്പമില്ല പറയണ്ട് ഇത് ഇന്നത്തെ ഈ കുണ്ടി ചാടി നോക്കട്ടെ ഞാനൊന്ന്. ആ ഞാൻ ചോദിച്ചോട്ടെ ആ സലാമിനോട് കണ്ടിട്ട്. സെലീന കൊടുത്ത സലാമ് ഈ ചോനൊന്ന് കാണ്ടിന്നു. ആ ഇവിടെ ഉണ്ട് അവത്തുണ്ട്, ഞാൻ വിളിച്ച കാക്കുവാ നിങ്ങളെന്നാ റുക്കിയാത്ത വിളിച്ചണോ? ഇവിടെ എന്താണ്? എന്തേ റുക്കിയാത്ത നിങ്ങള് ഔത്ത് കയറിയിരിക്കേ? കുത്തർക്കണൊന്നുമില്ല സലാമേ, ഞാനിപ്പോ ഒരു കാര്യം അറിയാൻ വേണ്ടി പോകുന്നതാണ് ഇങ്ങോട്ട്. ഇവന്റെ അടുത്തുനിന്നേ 1.5 ലക്ഷം ഉറുപ്പ്യ ബാവ വാങ്ങിച്ചിരുന്നു ഒരു വിസക്ക് എന്ന് പറഞ്ഞുണ്ട്. അത് വിസ കൊണ്ടുവന്നതിന് ഇജാണ് സലാമിന്റെ അടുത്താണ് പൈസ കൊടുത്തിക്കണത് എന്നും പറഞ്ഞു. അപ്പൊ അത് കാര്യമാണോ എന്ന് അറിയാൻ വേണ്ടി പോകണ്ടാ ഞാൻ. ആരെ റുക്കിയാത്ത വാങ്ങിയിട്ടുണ്ട്? ബാവേ, ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. ഞാൻ വിസ ഒന്നും കൊടുത്തിട്ടില്ല. ഞാൻ ആർക്കും വിസ കൊടുക്കാന്ന് പറഞ്ഞിട്ടുമില്ല. എന്തൊക്കെ ഈ കേക്കുണ്ട് ഓരോന്ന്. കേട്ടില്ലടാ, ഇപ്പൊ പറഞ്ഞതൊന്നും കേട്ടില്ലേ? ആ കണ്ട പൈസ കീനും കൊണ്ടേ കളഞ്ഞില്ലേ? എവിടുന്ന് കിട്ടണം അതൊക്കെ? എന്റെ കുട്ടിയെ സുബൈക്ക് നീച്ചു പോയാണ്ട് റബ്ബർ വെട്ടി ഉണ്ടാക്കിയ പൈസയാണ്. നേർക്കും തീറ്റും കുടിയും കൂടി ഇല്ലാതെ പട്ടിണി കടന്നാണ്ട് ഉണ്ടാക്കിയ പൈസയാണ് അത്. അത് എന്റെ മോനെ കൊണ്ട് എന്റെ കുട്ടീന്റെ പൈസ കൊണ്ട് തരാൻ പറഞ്ഞോണ്ട് ഇല്ല വെച്ചെങ്കിൽ ഓന്റെ എല്ലാം ഞാൻ വണ്ണാക്കും നോയിക്കോണ്ടി. ആ പാത്തൊന്നും അവിടെ ഇല്ലല്ലോ. നോക്ക സെലീന, ആ ബാവ കാട്ടണ ഓരോരോ പണി കണ്ടച്ച് ഇതെത്തപ്പ നമ്മൾ ഇതിനൊക്കെ കാട്ട. അല്ല റുക്കിയ, നിങ്ങള് ബാവാക്ക് കായ് എടുത്തപ്പോളേ ഇന്നോട് ചോദിച്ചിട്ട് പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുകൊടുത്തല്ലേ? നിങ്ങൾ ഓൻ്റെ ഒന്ന് വാങ്ങിക്കോളി, അല്ലാതെ ഇവിടെ വന്നു പറഞ്ഞിട്ട് ഞങ്ങൾ എത്തക്കാരന് അല്ലേ? 4 ദിവസം കൊണ്ടേ എന്റെ കുട്ടീന്റെ പൈസ കൊണ്ട് തരാൻ പറയുള്ളൂ. ഇല്ലെങ്കിൽ അതിനുള്ള ബജ്ജി ഞാൻ കാണും. ആ ഇച്ചുണ്ട് ഒരാണലെയൊക്കെ ഓരോണ്ട് വരുത്തും ഞാന്. ആ പറയാണ്ട് ഓന്നെ പറ്റിച്ചാല കണ്ടില്ലേ ബാവ കാട്ടിയ പരിപാടി ഉണ്ടല്ലോ. അതിന്റെ തലിക്ക കൊണ്ടിട്ടുണ്ട് ഈ വെജാത്തോടത്ത്. എന്ത് കടുപ്പൊക്കെയാണ് ഇവര് കാട്ടേണ്ട അറിയില്ല. അതിനെന്തിനാ മനസ്സിൽ നിങ്ങൾ ഇന്നോട് ചാടി കഴിച്ചത്? നിങ്ങൾ ബാബ ഓനൊക്കെ വാങ്ങി ഞാൻ തോട്ടണു. അതിനെന്താ കാട്ടണമെന്നല്ല, ഓനെ ഇങ്ങോട്ട് കടത്തരുത് കേട്ടോ ഈ പരീക്ക്. അതാ പറയേണ്ടത്. ഓന്റെ കടം വീട്ടാണെന്ന് നിന്നെ കൊണ്ട് കജൂല. നിങ്ങൾ ഓരോരോ വണ്ടിയും വില ഉണ്ടാക്കുന്നുണ്ട്, ഒക്കെ പാ എന്റെ തലി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ മാരും ഒറ്റടിക്കേ ഓണെങ്കിൽ വരണ്ടാന്നും പറയാൻ പറ്റില്ല. ഓ എന്റെ കൂടെ പുറത്തല്ലേ, ഓ മൈക്കൂർ വാങ്ങാൻ കൊടുത്തോളും. ആദിച്ച് പറഞ്ഞ തന്നെ സെലീന കാര്യം. ഓ വാങ്ങിയത് ഓനെ കൊടുത്തോളോ. അതിനിപ്പോ എന്തെങ്കിലും സലാം ഇങ്ങനെ ചാടി കളിച്ചതിന് അവനാന്റെ നിങ്ങൾ അവനാനും ഒഴിവാക്കാൻ പറ്റുമോ? ആ ഓൻ കൊടുക്കും, നമുക്കറിയാൻ കൊടുത്തോക്കെ. 1 ലക്ഷം റുപ്യ എന്റെ അടുത്ത് വാങ്ങിയിട്ട് പഴയ തലിമാരൊന്നും ചെല്ലോ. ഒരു കാര്യം ചെയ്തടാ, ഇജ്ജു ഓന്റെ പോയിക്കോ കടം വിട്ടാൻ വേണ്ടിട്ട്. ഈ വരിയിൽ കണ്ട ഒക്കെ പാടെ കൂടുന്ന ഇവിടെ ഇതാക്കാൻ വേണ്ടിട്ട്. ഹാ ഇത് നല്ല കഥ. എന്റെ പേരുള്ള പേരും കൂടിയാണത്. ഞാൻ എങ്ങോട്ട് പോണു? നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടെങ്കിലേ അറിഞ്ഞാൽ പോയിക്കോളി. അല്ല പിന്നെ അത് ശരിയാ, ഞാനത് മറന്നപ്പോൾ എന്റെ പേരിലാണ്ടല്ലേ. അത് മാത്രം കായ് ഇല്ല സലീന നിങ്ങളൊക്കെ. ഞാൻ പോയി തരാം. അവളൊക്കെ കണ്ട് ആര് പോയാലും വന്നാലും വണ്ടിയില്ല. ഇവിടെ സ്വസ്ഥത വേണം. നിങ്ങൾ പോകേണ്ടതൊക്കെ പോയിക്കോളി. ഇവിടെ കത്തി ചങ്കത്തി ഇവിടെ ഇവിടെ വെച്ചിന്നല്ല, ഞാനാണ് വെച്ചിലൊന്ന് മുറുക്കാനേ. ചെറിയോളെ 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 എത്തമ്മാ പിച്ചാങ്കത്തി ഇങ്ങോട്ട് കൊടുന്ന ഈ അറക്കൊന്ന് മുറിച്ചാനേന്നു. എത്ര മകൾക്ക് കത്തി അറക്കൊന്ന് മുറിച്ചാ ഇത് പടച്ചാണ് അവിടെ നിക്കിപ്പോ. ഈ ഗുളികൊക്കെ കുടിച്ചാൽ കഞ്ഞി കുടിച്ചു നിങ്ങള് അറക്കാണ് മുറിച്ച് കഴിക്കാം. അവിടെ കിടത്തി ഞാൻ കഞ്ഞി അടുക്കുന്നത് കുടിച്ചാ ട്ടാ. ബാവുട്ടിയെ എങ്ങനെയാണ് പോന്നെ? ഒറ്റക്ക പോന്നെ? പഠിച്ചോനെ ആരുമില്ല ഒപ്പം.
താത്താന്റെ കുട്ടി ആകെ ശ്രമിച്ചിക്കണല്ലോ. എത്തും താത്താന്റെ കുട്ടിക്ക് പറ്റിയത്? ഒറ്റയ്ക്കൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കാനായ എനിക്ക് കുഞ്ഞിപ്പാനി കൂടിക്കൂടെ എന്റെ വാട്ടിയെ. ഒറ്റയ്ക്ക് ഇങ്ങനെ വന്നത് എങ്ങനെയാ? ഞാൻ അവിടുന്ന് പോന്നു അത്താപരിയുന്നേ. ഇന്നൊന്നും അവൾക്ക് ആവശ്യമില്ല. ഇനിയിപ്പോ എന്നെ കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ഞാൻ പോരെ. ഞാൻ എന്നോട് വന്നതാണ് വിവരം പറഞ്ഞിട്ട് പോവാൻ വേണ്ടിട്ട് പോന്ന. എത്ര താത്താന്റെ കുട്ടി പറഞ്ഞ പോവേ? എങ്ങോട്ട് പോണേ? താത്തുള്ളിടത്തോളം കാലം ചെയ്യേണ്ട പോവില്ല. എനക്കൊരു ബുദ്ധിമുട്ടാവും താത്ത. ഞാൻ ഈ വിജാത്തോടത്തെ ഇമ്മാന് ഇവലൊക്കെ തന്നെ നോക്കാൻ തന്നെ ചടങ്ങാറാവല്ലേ. ഞാൻ പോവാൻ നോക്കാം. നല്ല ഇനി മുജീബിനോടൊന്ന് വിവരം പറഞ്ഞിട്ട് പോണച്ചിട്ട് ഇതിലൊക്കെ പോവാം ഇൻഷാ അല്ലാഹ്. ഓർക്ക് പോണിച്ച് ഓർക്കും പോവില്ല. താത്താന്റെ കുട്ടീനെ താത്താക്ക് വേണം. അതുകൊണ്ട് ഇവിടെ നിന്നോ. ആ തുണി കുപ്പായൊക്കെ മാറ്റിക്കളാം. എന്റെ ഒറ്റ കൂടെ പറപ്പാണിച്ച് നീച്ചാ അല്ലെങ്കിൽ ഇപ്പോഴും വരും. തുണി കുപ്പായൊക്കെ മാറ്റിക്കൂട്. സലാമ, ഞാൻ താമി വരുമ്പോഴാണ് കാര്യങ്ങൾ അറിയണ്ടേ. എന്റെ പൈനാണ്ടി ഇപ്പൊ അവിടെ വീട്ടിൽ കടന്നു. അപ്പം പറഞ്ഞെന്താ വെച്ചാല് ഞങ്ങളെ വരിക്ക് പോയി എന്ന് പറഞ്ഞു. എന്താ പ്രശ്നങ്ങളോ കാര്യങ്ങളോ എന്താന്നുള്ളത് കറക്റ്റായിട്ട് പോന് പറഞ്ഞിട്ടില്ല. അവരോട് എന്റെ അമ്മ പറഞ്ഞാണേ അറിഞ്ഞു. എന്താ മുജീബ പറയാ, ഒരു നിലക്കോടെ നിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിപ്പോന്നത്. ഇപ്പൊ എല്ലാത്തിനും ഓലെന്നെ ആയടാ. നമ്മളൊന്നും ആവശ്യമില്ല. എല്ലാ വണ്ടിയും വരെയും കൊണ്ട് നിന്റെ തലയിൽ കൊണ്ടിടാ. ആ അംസപ്പാന്റെ അടുത്തുനിന്നേ പൈസ വാങ്ങിക്കണോ ഭാവ. അത് സലാമൊക്കെ വാങ്ങാൻ പറഞ്ഞിട്ട് വാങ്ങി വിസോട് നോക്കണമെന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പോ ഇനി കടക്കാരൊക്കെ ഓലുണ്ടാക്കിയ കടമൊക്കെ ഞാൻ തലച്ചു കൊടുക്കേ. ഒരു രക്ഷയും കാണില്ല. പിന്നെ സെലീനാന്റെ പെരയാണ് അലപ്പം. ഓളതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിന്നാ മതി, ഇറങ്ങിപ്പോയിക്കോളി. ആ ഇനി ഓലാണ് നിൽക്കട്ടെ. നമ്മളൊക്കെ ഒരു അധികം പറ്റാണെങ്കിൽ പിന്നെ എന്നാലും മാറിക്കൊടുക്കുക. അത് മാത്രം കോലായേക്കും. അല്ല എന്താ ഞാൻ പറയാം. സലാമക്ക, കുടുംബം നോക്കണമെന്ന് അല്ലെങ്കിൽ ലാസ്റ്റ് പുറത്തന്നെ കാരണം നിങ്ങളെ ഓരോ വർത്താനം കേട്ടാണ് ചാടി കാച്ചിട്ട് പോരേണ്ടിരുന്ന കാര്യം. ഏതായാലും ഇപ്പൊ ഞാനല്ല ഇപ്പൊ അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. അതിലും മുജാഖാനെ അറിയാനും ഫിറോസിനൊക്കെ കൂട്ടിയിട്ട് പോകാണ്. നിങ്ങൾ നയിച്ചുണ്ടാക്കിയ പേരല്ലേ, നിങ്ങൾ ഒറ്റയ്ക്ക് ഇറങ്ങി വരാൻ പോലും ചെയ്യുന്നു. ഓരോ ആദ്യം ഇറക്കേണ്ടീന്റെ ആ അളിയാണ്ടല്ലോ നമ്പർ 1 ഫ്ലോറാണ്. ഇയാളെ പരമാവധി എന്തൊക്കെ ചെയ്യാൻ എത്രയും ഊട്ടി പിന്നെ ആളാണ്. അയാളാണ് ആദ്യം പുറത്താക്കേണ്ടീന്റെ. അതായിക്കോട്ടെ ഫിറോസെ, ഓലെന്തേലൊക്കെ ചെയ്യട്ടെ. അല്ല മുജീബേ, അതിന്റെ ഇടയിൽ ഇപ്പൊ എന്റെ ഒരു സൂപ്പർ മാർക്കറ്റിന്റെ ഒരു കഥ ഞാൻ കേട്ടല്ലോ. അതും ഈ ഭാവനെ കൊണ്ടേക്കാണ്ട് കൊണ്ട് ചർച്ചയ്ക്കുണ്ടല്ലേ. അതിപ്പോ ആകെ തുമ്പില്ലാതായിക്കൊണ്ടെന്നൊക്കെ കേട്ടത്. എന്താ ചെയ്യാ, ഞമ്മക്ക് വരാനുള്ള ഞമ്മക്ക് തന്നെ വരണ്ടേ. അതിന്റെ കഥയൊന്നും പറയേണ്ട സലാമേ. വല്ലാത്തൊരു കെടിയില്ലാ ചെന്ന് ചാടിയത്. അതിപ്പോ ഒരു 20 ഉറുപ്പ്യ ഇന്ത്യ ഉണ്ടായിരുന്നു. ഒരു 5 ലക്ഷം ഓൻ്റെതും, അങ്ങനെ 25 ലക്ഷം പിന്നെ അവരോട് കച്ചവടാക്കി തന്ന. അവിടെ കച്ചവടം ഇല്ല, ഒന്നുമില്ല. പിന്നെന്താ കിട്ടീന് കൊടുക്കല്ലാതെ നിവൃത്തിയില്ല. എന്താ കാട്ടണു? ഞങ്ങളിപ്പോ എന്റെ അളിയാനാണെന്നുള്ള നിലക്ക് കൂടുതലൊന്നും അന്വേഷിച്ചതുമില്ല. ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴേ എന്നോട് വന്ന് കടുപ്പ പറയാവുന്നില്ല. ഒന്നും ശരിയല്ല. അത് കേട്ടല്ലേ. അതിലൊക്കെ സലാമേ എന്നെ പറഞ്ഞാ മതി. ഈ ഗൾഫിൽ നിന്ന് വരുമ്പോഴേ ഒരു പറഞ്ഞതിനൊക്കെ തുള്ളി കൊടുക്കുകയും ചെയ്യും. പിന്നെ ഞാൻ അന്നേ ആ ലോൺ എടുക്കാൻ വേണ്ടിട്ട് ഓളെ പേർക്കാക്കില്ല, ശരിയുടെ പേർക്ക്. അന്ന് ഞാനും മുജീബാരോട് പഠിച്ച പടി പറഞ്ഞതാ തിരിച്ചെന്റെ പേർക്ക് തന്നെ ആക്കിക്കണം. അന്ന് ഇജ്ജ കേട്ടില്ല. ഇപ്പൊ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം അതിന്റെ അടുത്ത് തന്നെ പറഞ്ഞു. ഹരിയെ ഇജ്ജ് പറഞ്ഞതന്നെയാണ് അതിന്റെ ശരി. ഇവന്റെ അടുത്ത് പറ്റിയ പാൾട്ടാണ് അതൊക്കെ. പെണ്ണുങ്ങളെ നാട്ടില് വീട് വെക്കണ്ടെന്ന് ഞാൻ പറഞ്ഞായിക്കോട്ടെ, എന്നാലും വെച്ചു ആയിക്കോട്ടെ. അവനാന്റെ കാലശേഷം മധ്യ മക്കളായാലും പെണ്ണുങ്ങളായാലും എഴുതി കൊടുക്കുക. ഇതെന്തൊക്കെ ഉണ്ടായത് ഇവത് അനുഭവിക്കണേ കണ്ടില്ലേ. അതായത് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എത്തിക്കഴിയുമ്പോഴേ എല്ലാവരും പിന്നെ എന്താ പറയാരോ, നമ്മളൊക്കെ തന്നെ കുറ്റം പറയുള്ളൂ. ഞങ്ങൾ ഈ പ്രവാസികളെ ആകെ 2 കൊല്ലത്തില് 1-2 മാസം ഞങ്ങൾക്ക് ലീവ് ഇട്ട. ആ സമയത്ത് വരുമ്പോ നമ്മള് പെണ്ണുങ്ങളും കുട്ടികളൊക്കെ പറയേണ്ട മാക്സിമം ഞങ്ങൾ സാധിച്ചു കൊടുക്കും. കാരണം എന്താ അറിയോ, ആ സമയത്ത് പോലെ ഇടങ്ങാറാക്കാനും പ്രയാസപ്പെടുത്താനൊന്നും ആരും ഇഷ്ടപ്പെടില്ല. നമ്മളോലെ നിയന്ത്രിക്കാനും നിൽക്കൂല. പിന്നീടൊക്കെ
നമ്മളൊക്കെ ഒന്നിനും കൊള്ളാത്തൊരവസ്ഥ വരുമ്പോഴാണ് പിന്നെ എല്ലാരും പറയും അതൊക്കെ ഓരോ കുഴപ്പം കൂടി ആണെന്നുള്ളത്. അതങ്ങനെയാണ് നാട്ടിലെ അവസ്ഥ. നമ്മൾ എന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല, എന്റെ അവസ്ഥ കണ്ടിട്ട് നമ്മൾ പറഞ്ഞതാ. ഞാൻ അതിന് മനസ്സിലേക്കൊന്നും വേണ്ടട്ടോ. ഞാനേ ശരീരാനും കുഞ്ഞിപ്പാനൊന്ന് കണ്ടാട്ടെ, കാര്യങ്ങളൊക്കെ എന്തൊക്കെ ഒന്ന് സംസാരിക്കട്ടെ. അങ്ങനെ ആയാൽ പറ്റൂല്ലപ്പോ അത് എത്ര വെച്ചിട്ടപ്പോ ഇങ്ങനെ ഈ നൃത്തം ഇങ്ങനെ നിക്കുക സാമ്യ ഇങ്ങനല്ലേ? മുജീബേ, അളയാക്ക് എന്താ പറയണ അറിയോ? ബാവുട്ടിനെ ഇപ്പൊ തന്നെ അങ്ങോട്ട് വിടണ്ടാന്നാണ്. ഗൂഡല്ലൂരുണ്ട് ബക്കറക്ക് ഉരുക്കള്, അയാളെടുത്ത് കൊണ്ടുപോയി ചികിത്സിച്ച് ഭേദാക്കിയിട്ട് വിട്ടാ മതി എന്നാണ് പറയുന്നത് ട്ടോ. നിങ്ങൾ എല്ലാരും നീച്ചോളി, ചാടിച്ചിട്ടുണ്ട് പോവാം ട്ടോ. ഇങ്ങോട്ട് വരി. എന്താ ആലോചിച്ചൊക്കെ നമ്മളെ സലാമിന്റെ ഓരോ കഥകള്. മനസ്സിന് സുഖമില്ലാതാവുമ്പോഴേ ആർക്കും വേണ്ടി വരൂലടാ. എന്താ ചെയ്യാ? അല്ലടാ മുജീബ്, പെങ്ങന്മാരെ വരലൊക്കെ എത്ര അല്ലാടെ നിക്കുക. ആ സലീനെ സലാമിനുണ്ടെങ്കിൽ ചോദിച്ചു, ഞാൻ കരുതിയിട്ടില്ല. എങ്ങനെ കൊണ്ടുവരുന്നാണ് ഓനോളൊക്കെ? സൗകര്യം കൂടിയുള്ള കുഴപ്പമാണ്. ആ ചെക്കനും ഇപ്പൊ അതേമാതിരി നല്ല കൂടുതലാണ്. ആരപ്പത്? മുജീബാ, കേറി ഇരിക്ക്. കേറി ഇരിക്കല. നിങ്ങൾ സെലീനാനൊന്ന് വിളിച്ചാണേ. സെലീന, സെലീന, ആ മുജീബാക്കി ആരെയൊക്കെ എന്നോട് വന്നാ. കേറിയിടത്തോളൊക്കെ മതി. ഇതൊന്നും കൂടെ വന്ന് എന്നോട് ഒന്ന് രണ്ട് കാര്യം പറയാണ്ട് വാ. സെലീന, ഞങ്ങളിപ്പോ സലാമിന്റെ അടുത്ത് പോയിക്കാണ് വരേണ്ടത്. എന്ത് പരിപാടി സെലീന ഞങ്ങളൊക്കെ പാടി ചെയ്തത്? ആ ഭാവത്തിനെ ഇറക്കി വിട്ടുമല്ലേ? മുജീബേ, ഞങ്ങൾ ഇറക്കി വിട്ടൊന്നല്ല, ഓൻ കിള്ള കുട്ടിയൊന്നല്ലല്ലോ. ഓൻ ഈ സെലീനോട് ഒന്ന് രണ്ടും പറഞ്ഞാണ്ടേ ഓൻ അങ്ങോട്ട് ഇറങ്ങിപ്പോയിക്കുന്നു. ഞങ്ങൾ അവന്റെ വൈത്താലെ വരുന്ന ഓൻ വിചാരിച്ച് ഓ മാണെങ്കിൽ വന്നോട്ടെ. നല്ല കഥായി. വാണെങ്കിൽ വന്നാ മതി എന്നല്ലേ ഇതൊക്കെ പറയാൻ നിങ്ങളായി. ആ ചങ്ങായി എത്രമാനം കാലോടെ ഗൾഫ് പോയിക്കാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിക്കൊണ്ട് ഒരു പേരാണ്. ഓളെ പേരിൽ കൊടുത്തു എന്നുള്ളൊരു തെറ്റോ ചെയ്തൊക്കെ ഇപ്പൊ അടുക്കെത്തിങ്ങളൊക്കെ അരിയെ പറഞ്ഞു കെട്ടിയില്ലേ? സലീന, അന്റെ അടുത്ത് ഞങ്ങൾക്ക് പ്രതീക്ഷിച്ചിട്ടില്ല. എങ്ങനെ അന്നം കൊണ്ടുവരുന്നത് ഞങ്ങൾക്കറിയാം. നിങ്ങൾ എങ്ങന്മാര് കഴിഞ്ഞ കുടുംബ ഇങ്ങനെ ചെയ്യുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ല. നിങ്ങൾ എന്തൊക്കെയാ മുജീബാക്ക ഈ പറയണത്? കാക്കൂന് ഇവിടുന്ന് ആരും ഇറക്കി വിട്ടിട്ടില്ല. അതായത് സ്വന്തം ഇഷ്ടത്തിന് പോയതല്ലേ. പിന്നെ നിങ്ങൾ അറിഞ്ഞല്ലേ വരേണ്ടത് നാപ്പൂന്റെ അടുത്തുനിന്ന്? അതെന്തെങ്കിലും തിരിച്ചു വിട്ടോക്കും നിങ്ങളെ. എനിക്ക് എന്നോട് എന്താ ഒരു കാര്യം പറയാനുള്ള എന്താ അറിയോ? ഈ പാനിയും ആങ്ങളാരെയും മക്കളൊക്കെ പാടും കണ്ടിക്കാണ്ടേ സ്വന്തം പുരാപ്പളാരെ തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിലേ എന്റെ അവസ്ഥ എവിടെ എത്തുക എന്നുള്ളത് ഒന്ന് ആലോചിച്ചാ മതി. ആലോചിച്ചോളി. ഓൻ മുടക്കാച്ചേർക്കായി കടന്നീന്റെ ഒക്കെ ഈ അസുഖം തുടങ്ങിയത് ഒക്കെ നമ്മക്കറിയാം എന്താന്നുള്ളത്. എടാ കുഞ്ഞിപ്പ, അന്നൊക്കെ എങ്ങനെ നോക്കിയാ എന്റെ അപ്പന്നെ? ഇജ്ജ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തല്ലോ, ഇജ്ജനെ പിടിച്ചെടുത്തണ്ടേ? നിങ്ങൾ പോന്നാണേ ഓരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പാ കാക്കുനോട് പറയാള് പറഞ്ഞും ചെയ്തു. ഇതിപ്പോ കേട്ടൊക്കെ ഇപ്പൊ ഇറങ്ങിപ്പോയിരുന്നുള്ളൂ. ഇപ്പൊ ആരെപ്പ പറഞ്ഞത്? ഇജ്ജ് ബേജാറാണ്ട് സെലീന. ഓ അന്റെ ഇട്ടിക്ക് തന്നെ വരും. നമ്മക്ക് മാനത്തിനെ ഒന്ന് വിളിച്ചു നോക്കാം. ഇപ്പൊ കണ്ടില്ല, ഞാൻ മുജീബും ഇവിടെ ഒക്കെ പാടെ വന്നാട് കുടി വന്ന് ചീത്തന്നെ അപ്പൊ നമുക്കൊന്ന് താഴ്ന്ന് വിളിച്ചു നോക്കാം. ഓൻ വേണം, അല്ലാതെ എവിടെ പോവാനാ? പെങ്ങന്മാരൊക്കെ നോക്കിയാ എത്ര നോക്കുക എനിക്കറിയില്ലേ? അതൊന്നും വല്ലാതെ ഉണ്ടാവില്ല. അതൊക്കെ അന്റെ ഇട്ടിക്ക് തന്നെ വരും. ഇജ്ജ് ബേജാറാണ്ട. അപ്പൊ നമുക്കൊന്ന് പോയി നോക്കാം. ഒന്നാമത് സെലീന, ആ ലക്ഷണം കേട്ട തള്ള ഉമ്മരത്തന്നെ ഉത്തർക്കുന്നുണ്ട്. ഞാൻ അതിന്റെ തൊള്ളിയിൽ മുഴുവൻ നമ്മൾ കേൾക്കേണ്ടി വരും. ഇമ്മ പോരാത്ത നന്നായി. അതന്നെ, 10 മുന്നിൽ പോരാത്തന്നെ നന്നായി. ഞാൻ അല്ലെങ്കിൽ ഓല് നമ്മൾ അംഗം വെട്ടേണ്ടി വരും. വാ, ഏതായാലും പോയി വെക്കാം. താത്താ, ശരീനെ കേറിക്കോ. നിങ്ങൾ കാക്കൂന്ന് വിളിച്ചാണേ. എത്തിനൊരു ഫോണ് ഞാൻ ജീവിച്ചിരിപ്പുണ്ടോട് പോന്നില്ല. താത്ത, ഞങ്ങൾ തരക്കിന് വക്കാത്തിന് വന്നല്ലേ. നിങ്ങൾ കാക്കൂനെ വിളിച്ചാണേ.
ബാവട്ടിയെ സെലീനയുടെ ഉപ്പ് ഇതാ വന്നിക്കണം. ആ എന്ത് സെലീന പോകുന്നങ്ങള് എന്തിയെ? നിങ്ങൾ മനുഷ്യന്മാരെ കൊണ്ട് അതും ഇതും പറയിപ്പിച്ചാൽ നിങ്ങൾ പോരുണ്ടോ മനസ്സാ? നിങ്ങൾ പോരുണ്ടെങ്കിൽ പോരി. എവിടുക്ക ഞാൻ വരണ്ടേ? എന്റെ വരയിക്കല്ലേ ഇത്ര കാലം വരെ എന്റെ വരയിലും അത് ഇപ്പൊ എന്റെ വരെയാണല്ലോ. ഞാനില്ല, നിങ്ങൾ പോയിക്കോളി. നിങ്ങളൊക്കെ ഒറ്റക്ക് ജീവിച്ചാൽ മാത്രം ആയല്ലോ, അതിൽ എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങളൊക്കെ ജീവിച്ച് കാണിച്ചു തന്നാ മതിയല്ലോ. അത് നടന്നോളുന്നാല് ഇനി കാലടിച്ചാൽ സെലീന വരുന്ന നിങ്ങൾ വിചാരിച്ചാൽ നിൽക്കണ്ടോ? നിങ്ങൾ സൗകര്യം ഇങ്ങനെ പോരി. ഓ ചെന്നടി സൗകര്യക്കാരത്തിയായത്. അന്റെ കുട്ടീന്റെ കല്യാണത്തിനെ ലോൺ എടുക്കാൻ വേണ്ടിട്ടേ പേരും പറമ്പ് അന്റെ പേരിലാക്കി തന്നൊരു തെറ്റ് മാത്രമേ എന്റെ കുട്ടി ചെയ്തിട്ടുള്ളൂ. ഇഞ്ചാണ് നടക്കാണ് ചെല്ലാണെങ്കിൽ ഇഞ്ചിങ്ങോട്ട് പോന്ന സെലീന. അല്ലെങ്കിൽ തന്നെ ഉത്തരമില്ലാത്ത ജന്തുക്കളാറ്റങ്ങള് ഓലേറ്റൊന്നും വർത്താൻ വന്നൊരു കാര്യമില്ല. ഈ അടുപ്പൊക്കെ തീരും. ഓ നമ്മളെ എത്തിക്കേണ്ടി വരും. ഇങ്ങോട്ട് പോരെ. ആ ആൾക്കാരെ പിടിക്കാൻ ഉസുര് കൂടിയില്ലാത്തത് പോറം നേരെ എന്റെ പെരയിൽ വന്ന് വർത്താനം പറയുന്നത്. ആ ചെറുപ്പം ദുബായി പോയി ചോര നീരാക്കിയ ഇജ്ജു അന്റെ അമ്മായിയമ്മ എന്റെ പെണ്ണുങ്ങളും എല്ലാരും കൂടി കൗറിങ്ങാണ്ട് ഇപ്പൊ എന്റെ പെരയിൽ വന്ന് വർത്താനം ഇറങ്ങിപ്പോ എന്റെ പെരിന്ന് ചന്നല്ല കിട്ടേണ്ടത്. അന്റെ കള്ള കാട്ടുമാനെ ചെയ്യേണ്ടത്. ഇങ്ങോട്ട് പോന്ന സെലീന. പിന്നെ ആദ്യം നാക്ക് നെല്ലില്ലാത്ത തളനോട് വർത്താൻ പറയാനേ നമ്മോട് കൂട്ടാ കൂടൂല. അതിന് എന്റെ അമ്മ പാത്തുമ്മന്നെ വരണം. ഇങ്ങോട്ട് പോരെ വാ. അല്ലട മുജീബ്, അന്ന് നമ്മള് സലാമിന്റെ അടുത്ത് പോയ നിലേസേ ഓനെ എന്നെ വിളിച്ചിരുന്നു, ഒരു വിവരം അറിഞ്ഞില്ല. സലാമിക്ക് വിളിച്ചിരുന്നു. ഓന്റെ പെങ്ങളും അടാനും കൂടിയേ എന്താ ഞാൻ പറഞ്ഞില്ല, ഗൂഡല്ലൂരോടെ പോയിട്ട് പറഞ്ഞ അവിടെ അഡ്മിറ്റാക്കി ആ വക്കർ കുരുക്കളെടുത്ത് ഒന്ന് പോയി നോക്കണല്ലേ. എടാ നമ്മള് പോലെ സഹായിക്കേണ്ട സമയമാക്കല്ലേ? എത്തായില്ലേ സഹായിക്കണൊക്കെ ഉണ്ട്. നമ്മളെത്തോടെ പൈസ ഉള്ളതിപ്പോ അങ്ങനെ പോയി. ഇനി കുറച്ച് സ്ഥലം ഉണ്ട് കൊടുക്കാൻ. അതിപ്പോ നിങ്ങളെ മുജീബ് സലാം ഇപ്പൊ എങ്ങനെയാണെങ്കിലേ അവരുടെ പേരക്കാരൊക്കെ നല്ല ആഡംബരത്തിലാട്ടോ. ആ ചെറുക്കം പിടുത്തം കൊണ്ട കോലത്തിലാട്ടോ. ആ ചെറുക്കനെ ഞാൻ നാളൊന്ന് ഉപദേശിച്ച് വിട്ടതാണ്.